പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് മാർച്ച് 30 തിങ്കൾ. ലൂക്കോസിന്റെ സുവിശേഷം 19 അധ്യായം 41-42 വാക്യങ്ങൾ. അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു. ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. ഇന്ന് നാം ധ്യാനിക്കുന്നതായ വചനം ഒരു സാധാരണ വചനമല്ല, അത് യേശുവിൻ്റെ കരച്ചിലിൻ്റെ ശബ്ദമാണ്. യെരൂശലേം നഗരത്തെ നോക്കി കരഞ്ഞതായ യേശു കെട്ടിടങ്ങൾ കാണുന്നില്ല, അവൻ ഹൃദയങ്ങൾ കണ്ടു. മഹത്വം കാണുന്നില്ല, നഷ്ടപ്പെട്ട സമാധാനം കാണുന്നു. അതുകൊണ്ട് ഇന്നത്തെ സന്ദേശത്തിൻ്റെ മുഖ്യ ആശയം വളരെ വ്യക്തമാണ്. സമാധാനം നമ്മോട് അടുത്തുണ്ടെങ്കിലും അത് തിരിച്ചറിയാത്ത ഹൃദയം ഏറ്റവും വലിയ ദുരന്തമാണ്. യേശു യെരൂശലേമിലേക്ക് പ്രവേശിക്കുമ്പോൾ ജനങ്ങൾ ഹോശന്ന വിളിച്ച് ആഘോഷിച്ചു, സന്തോഷിച്ചു. എന്നാൽ ആ ആഘോഷത്തിൻ്റെ നടുവിൽ യേശുവിൻ്റെ കണ്ണുകളിൽ കണ്ണീർ നിറഞ്ഞിരുന്നു. കാരണം അവർ രക്ഷിതാവിനെ കണ്ടിട്ടും തിരിച്ചറിഞ്ഞില്ല. അവർ ദൈവോത്തരനെ സ്വീകരിച്ചില്ല എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് യേശു പറയുന്നു, ഞാൻ സമാധാനമാണ്, ഞാൻ വാതിൽക്കൽ തന്നെയുണ്ട് എന്ന്. സഭാപിതാവായ സെന്റ് ജോൺ ക്രിസോസ്റ്റം പറയുന്നു, ക്രിസ്തുവിനെ സ്വീകരിക്കാത്ത ഹൃദയം സമാധാനത്തിൻ്റെ വാതിൽ അടച്ച വീടാണ്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം, ഹൃദയം തുറക്കാതെ സ്വർഗം തുറക്കില്ല. യെരൂശലേമിലെ ജനങ്ങൾ യേശുവിനെ കണ്ടു, അവൻ്റെ വചനങ്ങൾ ശ്രവിച്ചു, അവൻ്റെ അത്ഭുതങ്ങൾ അനുഭവിച്ചു. എന്നാൽ യേശുവിനെ തിരിച്ചറിഞ്ഞില്ല. അതുപോലെ ഇന്ന് നാമും പ്രാർത്ഥിക്കുന്നവരാണ്, വചനം കേൾക്കുന്നവരാണ്, ആരാധനയിൽ പങ്കെടുക്കുന്നവരാണ്. എന്നാൽ നമ്മുടെ വ്യക്തിഗത ജീവിതത്തിൽ യഥാർത്ഥമായി യേശുവിനെ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഒരു ദൃഷ്ടാന്തം സൂചിപ്പിക്കട്ടെ. ഒരു ഗ്രാമത്തിൽ ഒരു സാധാരണ മനുഷ്യൻ ജീവിച്ചിരുന്നു. ഒരു ദിവസം രാജാവ് അവൻ്റെ ഭവനത്തിലേക്ക് വന്നു. രാജാവ് വാതിൽ തട്ടി. ആ മനുഷ്യൻ അകത്ത് ഇരുന്ന് പറഞ്ഞു, ഇപ്പോൾ സമയമില്ല, ഞാൻ തിരക്കിലാണ്. അവൻ വാതിൽ തുറന്നില്ല. കുറച്ച് സമയത്തിന് ശേഷം അയാൾക്ക് അറിയുവാൻ കഴിഞ്ഞു, വാതിൽ തട്ടിയത് രാജാവായിരുന്നു. അപ്പോൾ അവൻ കരഞ്ഞു, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അവസരം ഞാൻ നഷ്ടപ്പെടുത്തി. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും യേശു വാതിൽ തട്ടാറുണ്ട്. നാം പല തിരക്കിലും ആയേക്കാം. അതുകൊണ്ട് നാം മറക്കരുത്, ദൈവം മുട്ടുമ്പോൾ നാം തിരക്കിലായി തീരരുത്. അതിനനുസരിച്ചുകൊണ്ട് നമ്മുടെ വാതിലുകളെ തുറക്കുവാൻ നമുക്ക് സാധിക്കണം. ദൈവം നമ്മെ ഓരോരുത്തരെയും സന്ദർശിക്കുന്ന സമയമുണ്ട്. അത് പ്രാർത്ഥനയിലൂടെയാകാം, ദൈവവചനത്തിലൂടെയാകാം, കഷ്ടതകളിലൂടെയാകാം, അനുഗ്രഹങ്ങളിലൂടെയാകാം. സെന്റ് ഗ്രിഗറി ഓഫ് നിസ പറഞ്ഞതുപോലെ, ദൈവ സന്ദർശനം തിരിച്ചറിയുന്ന ആത്മാവ് നിത്യജീവിതത്തിലേക്ക് കടക്കുന്നു. അതിനാൽ നാം ഓർക്കണം, ഇത് ദൈവത്തിൻ്റെ ദിനമാണ്, നാളെ ഉറപ്പില്ല. അതിനാൽ പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം നമ്മെ ഒരു ആഹ്വാനത്തിലേക്ക് വിളിക്കുന്നു. യേശുവിനെ തിരിച്ചറിയുക, നമ്മുടെ ഹൃദയത്തെ തുറക്കുക, അവൻ്റെ സമാധാനം സ്വീകരിക്കുക. ഹൃദയം തുറക്കുമ്പോൾ സമാധാനം കടന്നു വരും. ഇന്ന് തിരിച്ചറിയാത്തത് നാളെ ഇല്ലാതായി തീർന്നേക്കാം. പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടും നിന്നെ തിരിച്ചറിയാതെ പോയ നിമിഷങ്ങൾക്കായി ക്ഷമിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിൽ തുറക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്റെ സന്ദർശന കാലം തിരിച്ചറിയാനുള്ള ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ നിന്റെ സമാധാനം നിറയണമേ. ഇന്നു മുതൽ ഞങ്ങൾ നിന്നെ തിരിച്ചറിയുകയും നിന്നെ സ്വീകരിക്കുകയും ചെയ്യുവാൻ ഞങ്ങളെ ഒരുക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.